യാന്ത്രിക ഐക്യവും ജൈവിക ഐക്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണിത്. സോഷ്യോളജിയിലെ തൊഴിൽ വിഭജനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ യാന്ത്രിക ഐക്യദാർഢ്യവും ജൈവ ഐക്യദാർഢ്യത്തെക്കുറിച്ച് പഠിക്കുന്നത്. അതത് സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന ഐക്യദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തെ വിഭജിച്ചത്. പ്രാകൃത സമൂഹത്തെ യാന്ത്രിക ഐക്യദാർഢ്യമെന്നും ആധുനിക സമൂഹം ജൈവ ഐക്യദാർഢ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സംഘടിക്കപ്പെട്ടുള്ളത്. യാന്ത്രിക ഐക്യദാർഢ്യം എന്നാൽ എന്താണ് യാന്ത്രിക ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാൽ? യാന്ത്രിക ഐക്യദാർഢ്യം പ്രാകൃത സമൂഹത്തിൻ്റെ സവിശേഷതയാണ്. തൊഴിൽ വിഭജനം കുറവാണ്, ആളുകൾ സമാന സ്വഭാവമുള്ളവരാണ്. ഐക്യദാർഢ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ പ്രതികാരപരമായ ശിക്ഷാ നടപടികളാണ് ലഭിക്കുക. പ്രാകൃത സമൂഹത്തിൽ അല്ലെങ്കിൽ പിന്നോക്ക കാലത്ത് നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണിത്. ജൈവ ഐക്യദാർഢ്യം ആധുനിക സമൂഹത്തിന് സ്വഭാവമാണ്. തൊഴിൽ വിഭജനം വളരെ ഉയർന്ന തലത്തിലാണ്. ആളുകൾ വിവിധ സ്വഭാവങ്ങളും തൊഴിലുമുള്ളവരാണ്. ആധുനിക സമൂഹത്തിലെ നിയമങ്ങൾ തെറ്റ് ചെയ്യുന്നവരെ തിരുത്താൻ വേണ്ടിയുള്ളതാണ്. പുരാതന കാലത്ത് ആളുകളെല്ലാവരും ഒരേ തൊഴിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് യാന്ത്രിക ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ പറഞ്ഞുള്ളത്. തെറ്റെന്ത് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷാ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ജൈവിക ഐക്യദാർഢ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക കാലത്താണ്. തെറ്റുകളും മറ്റും സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരുത്താൻ ഇന്നത്തെ സമൂഹം തയ്യാറാകും. ആധുനിക സമൂഹത്തിൽ സുസ്ഥിര വികസനത്തിൻ്റെ പ്രാധാന്യം വിശകലനം ചെയ്യുക. നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ചും പരിസ്ഥിതി മലിനമാകുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജലം മലിനമാവുക, വായു മലിനമാവുക, ആഗോളതാപനം വലിയ ചൂട് വർദ്ധിക്കുക, പിന്നെന്താണ് മണ്ണ് മലിനമാവുക, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വികസനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഒരിക്കലും വികസനം ഇല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഇന്നുള്ള വിഭവങ്ങൾ ഭാവി തലമുറ കൂടി ഉപയോഗിക്കാൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ പ്രവർത്തനം നടത്തണം. അപ്പം അതുകൊണ്ട് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഒരു വികസനമാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും? നമ്മൾ കൽക്കരി, പെട്രോൾ ഇന്നൊക്കെ കൂടുതലായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ അണക്കെട്ടുകളൊക്കെ ഇട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് പകരം ചെറിയ വൈദ്യുതി നിലയങ്ങൾ അല്ലെങ്കിൽ മിനി ജലവൈദ്യുത പദ്ധതികൾക്ക് പ്രോത്സാഹനം കൊടുക്കുക, സൂര്യനിൽ നിന്ന് നല്ല രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. ഇങ്ങനെ ആകുമ്പോൾ ഒരിക്കലും പരിസ്ഥിതിക്ക് ഒരിക്കലും കോട്ടങ്ങൾ സംഭവിക്കില്ല. കൃഷിയും മറ്റും ചെയ്യുമ്പോൾ രാസവളങ്ങളും രാസകീടനാശിനികൾക്കും പകരം ജൈവവളങ്ങളും ജൈവ കീടനാശിനികൾക്കും പ്രോത്സാഹനം കൊടുക്കുക. പെട്രോൾ, ഡീസൽ, കൽക്കരി ഉപയോഗിച്ച് എന്നിവ കൊണ്ട് ഓടുന്ന വാഹനങ്ങൾ, പെട്രോളും ഡീസലും ഉപയോഗിച്ചുള്ള ഒരുപാട് വാഹനങ്ങൾ ഇന്നത്തെ കാലത്ത് ഓടുന്നുണ്ട്. അതിന് പകരം നമ്മൾ ഇലക്ട്രിക് ആയിട്ടുള്ള വാഹനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പരിസരം മലിനമാവുകയോ അല്ലെങ്കിൽ ഡീസലും പെട്രോളും തീർന്നു പോകുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അപ്പം അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. റീസൈക്ലിങ്ങിന് വിധേയമാകുന്ന പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്ലാസ്റ്റിക് കവർ അല്ലാതെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. അതുപോലെ തന്നെ വീടുകളും മറ്റും വിറകുകളും മറ്റും കത്തിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതി മലിനമാവുന്നുണ്ട്. അതിന് പകരം ഗ്യാസുകൾ ഗ്രാമങ്ങളിൽ LPGയും നഗരപ്രദേശങ്ങളിൽ CNG ഗ്യാസുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. സുസ്ഥിര വികസനത്തെക്കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ബാക്കി നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പരിസ്ഥിതിക്ക് ഓട്ടം തട്ടാത്ത രീതിയിലൊരു വികസനത്തെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ബാക്കി പോയിന്റുകൾ കൂടി എഴുതിയിട്ട് essay ആണെങ്കിൽ 8 മാർക്കിൽ 5 മാർക്കിനൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ വിശദീകരിക്കുക. സമൂഹശാസ്ത്ര ഗവേഷണത്തിലെ ഒരു രീതി എന്ന നിലയിൽ സർവേയെ വിലയിരുത്തുക. സർവേ പലതരത്തിലുള്ള സർവേകളുണ്ട്. അപ്പം അതേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സർവേ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നാണ്. അപ്പം സർവേ നടത്തുന്നത് പ്രധാനമായിട്ടും 4 തരത്തിലുണ്ട്. വ്യക്തിഗത സന്ദർശനം വഴി, ടെലിഫോൺ മുഖാന്തരം, തപാൽ വഴി അഥവാ ഇമെയിൽ വഴി, ഇൻ്റർനെറ്റ് തുടങ്ങിയ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് സർവേ നടത്താവുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഇത്? ഒന്നാമത്തെ വ്യക്തിഗത സന്ദർശനമായി ഒരു വ്യക്തിയെ നേരിട്ട് ചെന്ന് കണ്ടിട്ട് ഒരു ചോദ്യാവലിയൊക്കെ തയ്യാറാക്കിയിട്ട് അയാളിൽ നിന്ന് കൂടുതലായിട്ട് വിവരങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇതാണ് വ്യക്തിഗത സന്ദർശനം വഴി എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിന് വിധേയമാക്കുക. 2, ടെലിഫോൺ മുഖാന്തരം. നമുക്ക് ആരെങ്കിലും ഇൻ്റർവ്യൂവിന് വിധേയമാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് സർവേക്ക് വിധേയമാക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ വഴി വിളിച്ചിട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് അയാളിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. അതാണ് ടെലിഫോൺ മുഖാന്തരം എന്ന് പറഞ്ഞാൽ. 3ാമത് തപാൽ വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴി, കത്ത് അയച്ചിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ അയച്ചിട്ടോ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുക. ഒരുപാട് ദൂരെയുള്ള ഒരാളാണ് അല്ലെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ആൾക്കാരെ നമുക്ക് സർവേ നടത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വഴിയാണ് തപാൽ വഴി. കുറേ ക്വസ്റ്റനെയർ തയ്യാറാക്കിയിട്ട് നമ്മൾ ഒരുപാട് ആൾക്ക് കത്ത് വഴി അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരുപാട് ആൾക്ക് ഇമെയിൽ അയച്ചു കൊടുക്കുക.
അങ്ങനെയാണെങ്കിൽ എത്ര ദൂരമുള്ള ആളെ വേണമെങ്കിലും നമുക്ക് സർവേക്ക് വിധേയമാക്കാൻ വേണ്ടി സാധിക്കും. കുറഞ്ഞ സമയം കൊണ്ട്, ചിലവ് കുറവായിരിക്കും. ഇതുപോലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ട്. അപ്പോൾ എന്താണ്, ഒരേ സമയം കൊണ്ട് 50 ആളുകളെ 100 ആളുകളെ വേണമെങ്കിൽ നമുക്ക് സർവേക്ക് വിധേയമാക്കാം. കൂടുതൽ എന്താണ് ചോദ്യാവലി തയ്യാറാക്കിയിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇൻ്റർനെറ്റ് തുടങ്ങിയ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നമുക്ക് സർവേ നടത്താവുന്നതാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ എന്താണ് ഇമെയിൽ വഴിയൊക്കെ അയച്ചിട്ട് എന്താണ് നമുക്ക് ആളുകളെ ഇൻ്റർവ്യൂവിന് വിധേയമാക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ആളുകളെ ഇൻ്റർവ്യൂവിന് വിധേയമാക്കാം. കുറഞ്ഞ സമയത്തിനാവശ്യമുള്ളൂ. സാമ്പത്തികപരമായിട്ടോ ഒന്നും നഷ്ടമില്ല, കൂടുതൽ ചിലവും കാര്യങ്ങളും സംഭവിക്കുന്നില്ല. അപ്പം ഇതൊക്കെയാണ് സർവേ. നമുക്ക് പ്രധാനമായിട്ടും 4 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. 8 മാർക്കിന് 5 മാർക്കിനാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വിവരിക്കേണ്ടതായിട്ടും ഓരോന്നും നല്ല രീതിയിൽ വിശദീകരിച്ച് എഴുതേണ്ടതായിട്ട് വരും. വിവിധ തരം കുടുംബങ്ങളെ വർഗീകരിക്കുക. കുടുംബം മറ്റു സാമൂഹിക മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? കുടുംബം എന്നാൽ ഒന്നിലധികം ആളുകളോ കൂടിച്ചേർന്നതിനെ നമ്മൾ കുടുംബം എന്ന് പറയും. അതായത് രക്തബന്ധമുള്ള നേരിട്ട് ബന്ധമുള്ള വ്യക്തികൾ തമ്മിൽ നേരിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നതിനാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. അവിടെ കുട്ടികളെ പരിപാലിക്കുന്നതിന് അല്ല മുതിർന്ന അംഗങ്ങൾ ആണ് കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുക. അവിടെ സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെ പ്രാധാന്യം ഉണ്ടായിരിക്കും. അപ്പോൾ കുടുംബങ്ങൾ തന്നെ വിവിധ തരത്തിലുണ്ട്. അപ്പം അത് അവരുടെ താമസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒന്ന് മാതൃസ്ഥാനീയം, മറ്റൊന്ന് പിതൃസ്ഥാനീയം. മാതൃസ്ഥാനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹിതരായ ദമ്പതികൾ സ്ത്രീയുടെ മാതാപിതാക്കൾക്കൊന്ന് താമസിക്കുന്നു. അതായത് പണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പുരുഷൻ സ്ത്രീയുടെ വീട്ടിൽ പോയി താമസിക്കുകയാണ് ചെയ്യുന്നത്. പിതൃസ്ഥാനീയം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചതിന് ശേഷം ഭർത്താവിൻ്റെ ഫാമിലിയിൽ പോയി താമസിക്കുകയാണ്. കുറച്ച് കാലം മുന്നേ അല്ലെങ്കിൽ എന്താണ് പണ്ടത്തെ പുസ്തകങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മരുമക്കത്തായ സമ്പ്രദായം. വിവാഹം ചെയ്തതിന് ശേഷം ഭാര്യ വീട്ടിൽ താമസിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ മക്കൾക്കാണ് ആ സ്വത്തിലും മറ്റുമൊക്കെ കൂടുതൽ അധികാരം ഉണ്ടാവുക. പ്രധാനമായിട്ട് 2 തരത്തിലുള്ള കുടുംബങ്ങൾ പറഞ്ഞ്, ഒന്ന് മാതൃസ്ഥാനീയ കുടുംബമെന്നും മറ്റൊന്ന് പിതൃസ്ഥാനീയ കുടുംബമെന്നും. അപ്പം നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ 2 മാർക്കിനും 3 മാർക്കിനാണെങ്കിൽ വളരെ ചുരുക്കി കഴിഞ്ഞാൽ മതി. 4 മാർക്കിന് 5 മാർക്കാണെങ്കിൽ നല്ല രീതിയിൽ വിശദീകരിച്ച് എഴുതേണ്ടതായിട്ട് വരും. മനഃശാസ്ത്രം എന്നാൽ എന്ത്? എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്നെങ്കിൽ മനഃശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും തമ്മിലുള്ള ബന്ധമായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഇവ താരതമ്യം ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. മനഃശാസ്ത്രം എന്നാൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വഭാവങ്ങളെക്കുറിച്ച്. ഒരു മനുഷ്യനെ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മനഃശാസ്ത്രം വ്യക്തിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ വ്യക്തി അധിഷ്ഠിതമായ കാഴ്ചപ്പാടിലൂടെ ഒരു വ്യക്തി എങ്ങനെ സമൂഹത്തെ കാണുന്നു, അല്ലെങ്കിൽ മറ്റുള്ളതിനെ എങ്ങനെ കാണുന്നു, ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും, ആ രീതിയിലുള്ള പഠനമാണ് ഇവിടെ കാണിക്കുന്നത്. വ്യക്തികളുടെ മനസ്സിനെക്കുറിച്ച് അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ കേസ് സ്റ്റഡിയും ക്ലിനിക്കൽ നിരീക്ഷണവും ഒക്കെയാണ് നമ്മൾ മനഃശാസ്ത്ര പഠന രീതിയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ എക്സാമിൽ ചോദിക്കും സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിലുള്ള താരതമ്യം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്താണെന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. മനഃശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചും മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും മനുഷ്യനെ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെയാണ് മനഃശാസ്ത്രത്തിൽ പഠിക്കുന്നത്.